ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ബ്ലെസ്സിങ്സ്, എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് കപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കൃത്യമായ റിവാർഡ് കിട്ടും. നമ്മൾ എന്ത് എഫേർട്ട് അങ്ങോട്ട് ഇടുന്നോ അതിനനുസരിച്ചുള്ള ഒരു റിവാർഡ് നമുക്ക് കിട്ടുമെന്നാണ്. ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ, അതാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതുപോലെ പാരലലാണ്. നമ്മൾ ഇപ്പം നിങ്ങൾ അങ്ങോട്ടൊരു വഴക്കിന് എന്നാൽ അതേ നാണയത്തെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ദിവസമാണ്. ഒരു പുതിയ തുടക്കമൊക്കെ ഉണ്ടാക്കാനുള്ള നല്ലൊരു ദിവസമാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്, പ്ലസ് ഒരു സോൾമേറ്റിൻ്റെ കാർഡുമാണ്. അപ്പോൾ ഇതൊരു റീയൂണിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അവിടെ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്നൊരു എഫേർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു രണ്ടുപേരുടെയും ഈക്വൽ എഫേർട്ടിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു പുതിയ യൂണിയൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ഉണ്ടാവുന്നു എന്നാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഈക്വൽ എഫേർട്ടിൽ നിങ്ങൾക്കൊരു പുതിയ സംരംഭത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. ഓക്കെ, അപ്പം എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കേട്ടോ. ദെൻ 3 ഓഫ് വാൺസ് ആണ്. വീണ്ടും 3 ഓഫ് വാൺസ് പറയുന്നതും വളരെ പോസിറ്റീവാണ്. പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ് ആണ്. നിങ്ങളൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നു, അതിൻ്റെ വരുംവരായികളെക്കുറിച്ച്, അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സിനെ കുറിച്ച്, അതുപോലെ മുന്നോട്ട് പോയാലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. അവിടെ നിങ്ങൾ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുന്ന ഒരു എനർജിയാണ് 3 ഓഫ് വാൺസ്. അപ്പോൾ നിങ്ങൾക്കൊരു യാത്രയുണ്ട്, യാത്രയ്ക്ക് പോകാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻസ് നടത്തുന്നതായിട്ടാണ് ഈ 3 ഓഫ് വാൺസ് പറയുന്നത്. മേ ബി നിങ്ങളിന്നൊരു യാത്ര പോകുന്നുണ്ടാവും, അതിനുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ് 3 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു സംരംഭം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്, ഒരു സംരംഭമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ എക്സ്പാൻഷൻ നടക്കുന്നു എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസീസ് തുടങ്ങുന്നുണ്ടാവും, അതുപോലെ വിദേശത്തേക്കും കൂടെ ചിലപ്പോൾ നിങ്ങളതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. അത് എക്സ്പാൻഷനാണ് കേട്ടോ, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ 3 ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷൻസ് നടത്തി നിങ്ങളുടെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് ഒരു യാത്രയാകാം, അല്ലെങ്കിൽ ഒരു സംരംഭമാകാം, അതിൻ്റെ എക്സ്പാൻഷനാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെ സ്റ്റക്കായി നിൽക്കുന്നോ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നാണ് കേട്ടോ. നിങ്ങൾ പുതിയ സ്റ്റെപ്പ് എടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ അതിൽ മുന്നോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഹെർമിറ്റാണ്. ഇത് ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് തോന്നുന്ന സമയത്ത്, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ, യാത്ര ചെയ്യുന്ന സമയത്തോ, അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു ചില സമയത്ത് നമ്മൾ കുറേ റാൻഡമായിട്ട് ഇങ്ങനെ കുറേ വീഡിയോസ്, ഷോർട്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നൂലേ? അപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യത്തില്ലേ? ആ ഒറ്റപ്പെടലിൽ നിങ്ങൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ വെറുതെ എന്തിനാണ് ഈ സമയം വെറുതെ സ്പെൻഡ് ചെയ്ത് കളയുന്നത്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എന്താണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന സോ മെനി ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഒരു പ്രസൻറ്റ് സെനാരിയോ എന്താണ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ ഹെർമിറ്റ് പറയുന്നത്. നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലായിരിക്കും, നിങ്ങൾ സ്പിരിച്വലി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയ പ്രദേശത്തേക്ക്, സ്പിരിച്വലി ഒരുപാട് മേന്മയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് വളരെ സ്പിരിച്വലായിട്ടുള്ള ആളുകൾ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ ആയിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ അവിടെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഇപ്പം ഗുരുവായൂരമ്പലം, വടക്കനാഥൻ്റെ അമ്പലം, അതുപോലെ വടക്കോട്ട് പോവുകയാണെങ്കിൽ പുരി, ഒറീസയിലെ പുരി, പിന്നെ ജഗന്നാഥ ടെമ്പിള്, പിന്നെ കാശി, വാരണാസി, ഗംഗ, അങ്ങനെയുള്ള സ്പിരിച്വലി ഗ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, സ്പിരിച്വാലിറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ, അതുപോലെ
നമ്മൾ പറഞ്ഞ കൈലാസം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ വെറുതെ ഇന്നൊരു തീർത്ഥാടനത്തിനെങ്കിലും പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ എവിടെയെങ്കിലും നിങ്ങൾ പോകുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു എന്നുള്ള ഒരടയാളം ഇന്നിതാണ്. നിങ്ങൾ ഇന്ന് ഈ റീഡിങ് കാണുന്ന ദിവസം നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിനൊരു ഇൻഡിക്കേഷനാണത്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ഒരു ഉയരത്തിൽ വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആത്മപരിശോധന നടത്തണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇതേ നിങ്ങളുടെ അതേ പ്രശ്നം ഫേസ് ചെയ്യുന്ന കുറേ ആളുകളെ കാണും. അപ്പോൾ അവർക്ക് നിങ്ങൾ മാർഗ്ഗനിർദ്ദേശം കൊടുക്കണം. അതുപോലെ നിങ്ങളും മറ്റുള്ളവരുടെ മാർഗ്ഗനിർദ്ദേശം നേടി മുന്നോട്ട് പോകണം എന്നാണ് ഹെർമിറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നൊരു സ്പിരിച്വൽ പേഴ്സണെ കാണാനും അവരുടെ ഒരു ഗൈഡൻസ് എടുക്കാനും സാധ്യതയുണ്ട്. നിങ്ങളൊരു മെൻറ്റർ ആവുന്നതും നിങ്ങളെ മറ്റുള്ളവർ മെൻറ്ററായി കാണുന്നതും ഒക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ വന്ന് നിങ്ങളോട് അഭിപ്രായം ഉപദേശം തേടുക, ഗൈഡൻസ് എടുക്കുക, അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളും ആരോടെങ്കിലും അഭിപ്രായം തേടുക, ഗൈഡൻസ് എടുക്കുക, അതിനുള്ള സാധ്യതയും ഉണ്ട്. നിങ്ങളിന്നൊരു സ്പിരിച്വൽ പേഴ്സണെ കാണാനും സാധ്യതയുണ്ട്. അതാണ് ഹെർമിറ്റ്. പിന്നെ ചില മനുഷ്യർക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും, ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതായത് മടി പിടിച്ചിട്ട് നിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാന്ന് തോന്നിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്തി വെച്ചിട്ട് വെറുതെ ഇരിക്കുന്നതാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പേജ് ഓഫ് സോർഡ്സ് ആണ്. പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ മുൻപ് ബ്രോക്കൺ ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ പേജ് ഓഫ് സോർഡ് എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പുള്ള കാർഡ് 10 ഓഫ് സോർഡാണ്. അത് ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ട് ഒരു 10 സോഡ് മേത്ത് നിറച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണ്, വീണ് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നിന്ന് ആ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അയാളുടെ ഉള്ളിൽ ഒരു പേടിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇയാൾ ഈ വീണ് കിടന്ന സമയത്ത് നേടിയിട്ടുള്ള കുറേ അധികം പാഠങ്ങളുണ്ടാവും. അപ്പോൾ ആ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഇനി അയാൾ മുന്നോട്ട് പോവുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനം എടുക്കാൻ ആവശ്യമുണ്ട്, തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു പേടിയാണ്, പാസ്റ്റിൽ ഒരബദ്ധം പറ്റിയതാണ്. അപ്പോൾ ഇനി വീണ്ടും അബദ്ധം പറ്റണോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ വിശകലനം ചെയ്യുകയോ പുനരവലോകനം ചെയ്യുകയോ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. കാര്യം മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ചതി പറ്റിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇപ്പോൾ അതേപോലത്തെ ഒരു സാഹചര്യം വീണ്ടും വന്നിട്ടുണ്ടാവും. അതുപോലെ ചതിയുടെയല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യം ചെയ്തു, ഒരു ഡീലിങ്സ് നടത്തി, അവിടെ നിങ്ങൾക്കൊരു ചതി പറ്റി. ഓക്കെ, അവിടെ നിങ്ങൾ ചതിക്കപ്പെട്ടു, നിങ്ങൾ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടു. പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതേപോലെ മറ്റൊരു ഫിനാൻഷ്യൽ ഡീലിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പണ്ട് അബദ്ധം പറ്റിയതാണ്, അപ്പോൾ ഇനി വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഒന്നുകൊണ്ടൊന്ന് കോൺഷ്യസ് ആവും അല്ലേ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും, ഞാൻ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അന്നത് സംഭവിച്ചത്, അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച്, മുമ്പ് നിങ്ങൾ വീണ് കടന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങളിന്ന് ആലോചിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഇനി വേണ്ട, അത് കൊണ്ട് മുന്നോട്ട് പോയാൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ അതിൽ നിന്നൊരു പാഠം ശരിക്കും ഉൾക്കൊള്ളുകയും പുതിയ ഒരു മേഖലയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് പാസ്റ്റിൽ മുറിവേറ്റിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പേജ് ഓഫ് സോർഡ് എന്ന് പറഞ്ഞ കാർഡ് വരുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ്. ഇതിനകത്ത് വേറൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും റീഡിംഗ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളിന്ന് കാണുന്ന മെസ്സേജുകളിലോ ഷോർട്സിലോ റീൽസിലോ ഒക്കെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആയിരുന്നു എന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും ഒരു റീലിനകത്ത് നിങ്ങൾ കേൾക്കും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരുന്നു എന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അതൊരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ യാത്രയാണ്, ഒരു പുതിയ സംരംഭമാണ്, ഒരു പുതിയ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഡാൻസ് പഠിക്കാനോ പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കാര്യം പഠിക്കുക, ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, പടം വരയ്ക്കുക, അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള എന്ത് കാര്യമാകും കേട്ടോ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ചെടികൾ വയ്ക്കുക, ഗാർഡനിങ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ റെനോവേഷൻ നിങ്ങളുടെ വീട്ടിൽ നടത്തുക. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. പുതിയൊരു യാത്രയാണ്, അതിന് ഒരുപാട് ദൂരം നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്, കുറേ സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ പോകേണ്ടി വരും, അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലും നിങ്ങൾ ഇന്നത് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അതിലേക്ക് ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതുമാണ് ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പുതിയ ഐഡിയ ആണ് കേട്ടോ, ഒരു ന്യൂ ഫ്രഷ് ഐഡിയ ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെന്നാണ്. പേജ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾക്ക് ചില മനുഷ്യരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് നിങ്ങൾ അല്ലാതെ അവരുണ്ടായിരുന്ന സമയത്തെക്കുറിച്ച് ആലോചിക്കുക, അവരെ മിസ് ചെയ്യുക, പിന്നെ അവരുമായിട്ടുണ്ടായിരുന്ന സമയത്തെക്കുറിച്ച് ആലോചിക്കുക,
അവർക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ചിലപ്പോൾ നിങ്ങളത് മറന്നേ പോയ അധ്യായമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അവരെക്കുറിച്ചുള്ള ചിന്തകൾ വരിക, അവരെ ഓർത്ത് വേദനിക്കുക, വീണ്ടും അവരെ കാണണമെന്ന് തോന്നുക, അല്ലെങ്കിൽ അവരുമായിട്ടുണ്ടായിരുന്ന സമയത്തെക്കുറിച്ച് ആലോചിക്കുക, എന്ത് റിസ്ക് എടുത്തും ആ ലൈഫിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ആ പഴയ സന്തോഷത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുക, അത്യാഹ്ലാദത്തോടുകൂടി അവരെക്കുറിച്ച് ആലോചിക്കുക. ഇതൊക്കെയാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. അതുപോലെ നിങ്ങളൊന്ന് വളരെ പാഷനേറ്റായിട്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ വളരെ പാഷനേറ്റായിട്ട് നിങ്ങൾ സമീപിക്കുന്നതായിട്ടാണെന്നുണ്ട്. നമ്മൾ പാഷനാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് മടിയൊക്കെ തോന്നും. പക്ഷേ ഇന്ന് വളരെ പാഷനേറ്റായിട്ട് എന്താണോ നിങ്ങളുടെ പാഷൻ അതിൽ നിങ്ങൾ ഇന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും വളരെയധികം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങൾക്ക് ബ്രോക്കണായി പോയതായിരിക്കും. നിങ്ങൾ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ആഗ്രഹമായിരിക്കും. ഇന്നത് റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ഇന്ന് പേജസും ഏസസും ഒക്കെ കൂടുതലാണല്ലോ. 9 ഓഫ് വാൺസ് ആണ്. ഇതൊരു പേടിയുടെ കാർഡാണ്. പേടി, അതായത് നിങ്ങൾക്കൊരു നിങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്നൊരു ഭയം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വേലിക്കെട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. അതിനകത്ത് പേടിയാണ്. ആരെയൊക്കെയോ പേടിക്കുന്നു, മറ്റുള്ള ആളുകൾ അവർ എന്ത് പറയുമെന്ന് പേടിക്കുക, അവർ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിക്കുക. അങ്ങനെ ഒരു പേടിയുടെ കാർഡാണിത്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങൾ പാസ്റ്റിൽ നിർത്തിക്കളഞ്ഞൊരു സംഭവം വീണ്ടും തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേടി തോന്നും. ഒരിക്കൽ നിർത്തി പോയതാണ്, വീണ്ടും തുടങ്ങുമ്പോൾ അതെന്താകും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ തുടക്കം എന്തായാലും ഉണ്ട്. പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയൊരു കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ദെൻ ടവറാണ്. മോസ്റ്റ്ലി ഇതൊരു വീഴ്ച ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെയിൻ ഒക്കെ ഉള്ള ആളുകൾ പ്രത്യേകം നിങ്ങൾക്ക് തലകറക്കം ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ നെക്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉള്ള ആളുകളെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവർ ഒന്ന് സൂക്ഷിക്കണമെന്ന്. അതുപോലെ ടവറെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാവുക എന്നുള്ളതാണ്. വഴക്ക് മീൻസ് നമ്മൾ നിന്ന അവസ്ഥയിൽ നിന്ന് നേരെ തലംകുത്തി താഴെ വീഴുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നുണയായിരുന്നു എന്ന് മനസ്സിലാവുക, നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലാവുക, നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന സത്യം നുണയായിരുന്നു എന്ന് മനസ്സിലാവുക, അതൊക്കെയാണ്. അപ്പോൾ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക, പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവുക. നമ്മൾ പറയത്തില്ലേ, നിന്ന് നിപ്പി ഭൂമി പിളർന്ന് താഴോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നുക എന്ന് പറയത്തില്ലേ, ആ ഒരു കറക്റ്റ് ഫേസാണ് ഈ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് വഴക്കാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക, നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. നമ്മളാണ് ഇതിൻ്റെ എല്ലാം നമ്മുടെ എനർജിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടവർ കേട്ടോ. ഒരു വീഴ്ച ഉണ്ടാകാനും വഴക്കുണ്ടാകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം. ദെൻ മജീഷ്യനാണ്. ഇന്ന് പൂജാതി കർമ്മങ്ങളിലൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെന്താ, ഈ ദേവപ്രതിഷ്ഠകളൊക്കെ ഇല്ലേ, അത് കാണാൻ പോവുക, ഉത്സവം കാണാൻ പോവുക, അവിടെയൊക്കെ പോയി നിൽക്കുക. അതുപോലെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിന്ന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നാമനായിരിക്കും. നിങ്ങൾക്ക് ഇന്നുണ്ടാക്കുന്ന എല്ലാ കാര്യവും വളരെ ബെസ്റ്റായിരിക്കും. നിങ്ങളുടെ ലൈഫ് ടൈമിലെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം ഉണ്ടാക്കുന്നത്. എല്ലാവരും അടിപൊളി, കൊള്ളാം, സൂപ്പർ എന്ന് പറയാൻ സാധ്യതയുണ്ട്. പിന്നെ കള്ളം പറയാനും മറ്റുള്ളവർ നിങ്ങളോട് കള്ളം പറയാനും നിങ്ങൾ മറ്റുള്ളവരോട് കള്ളം പറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളിന്നും വല്ലാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളോട് നിങ്ങൾ എനിക്കത് കിട്ടണം അത്ര ആഗ്രഹിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് മജീഷ്യൻ എനർജി പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് പണം വേണം, പണത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പണം തന്നെയാണ്. ആ പണത്തിന് വേണ്ടിയിട്ട് എപ്പോൾ വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഒരു വെയിറ്റിംഗ് എനർജിയാണ്. പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണുള്ളത്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾക്കൊരു സഹായം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇന്നൊരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഓഫർ വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഫർ ആവാൻ സാധ്യതയുണ്ട്. അത് ഏസ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുകയും ചെയ്യും. അതിന് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്നും കൂടെ നോക്കിയേക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നേ ദിവസം ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ്?
ഫസ്റ്റ് കാർഡ് വന്നിട്ട് അബണ്ടൻസ് ആണ്. ഇന്ന് പണവുമായി ബന്ധപ്പെട്ടേ നിങ്ങൾക്കൊരു പണത്തിൻ്റെ ഒരു വലിയ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം കിട്ടുന്ന ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരും. ഇന്നൊരു അബണ്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ധാരാളം പണം വരികയും ചെയ്യും. നിങ്ങൾക്ക് പണം കിട്ടാനുള്ളൊരു സാധ്യത മുന്നിൽ തെളിയുകയും ചെയ്യുന്നതായിട്ടാണ് ഈ അബണ്ടൻസ് പറയുന്നത്. 2 ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. ഇത് നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ഏഞ്ചൽസ് ഉണ്ടല്ലോ, ഏഞ്ചൽസിനോട് തന്നെ ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് വഴികാട്ടിയായിട്ട് പറയാനുള്ള വചനം എന്ന് ചോദിക്കുക. അത് നിങ്ങൾക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ എവിടെ നിന്നെങ്കിലും കിട്ടുകയും ചെയ്യും. ദെൻ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമെന്നാണ് കേട്ടോ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എത്ര പോസിറ്റീവായിട്ടിരിക്കുന്നോ, എത്ര കൂടുതൽ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ അത് നടക്കാനുള്ള സാധ്യതയും അത്ര തന്നെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഹാപ്പി സൺഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.